ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ തമിഴ്നാടുള്ള കൊടിവേരി വാട്ടർഫോൾസിലാണ് പോകുന്നത്. നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക്. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ പോകുന്നത് കുറച്ച് സിറ്റി ഏരിയ ആണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉള്ളിലോട്ട് പോകും തോറും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഗ്രാമത്തിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കുക, വയലും മലയും ഒക്കെ താണ്ടിയാണ് പോകുന്നത്. പിന്നെ തിരുപ്പൂരിലിരുന്ന് പോകുന്നവരാണെങ്കിൽ അവിടെ തിരുപ്പൂരിൽ നിന്ന് 2 കിലോമീറ്റർ പെരുമാണല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ബസ്സിൽ ഗോപിച്ചെട്ടിപ്പാളയം ഇറങ്ങി അവിടുന്ന് അവിടെ കാടല്ലേ കൊടിവേരി തിരുവന്ന ജംഗ്ഷനാണ്. അവിടുന്ന് നമ്മൾ ബസ്സുള്ളിൽ പോകത്തില്ല, പിന്നെ നമുക്ക് വണ്ടിയിലൊക്കെ വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഉണക്കമീനൊക്കെ അത് ഡാമിൽ നിന്ന് പിടിച്ച ഫ്രഷ് മീനാണ്. പിന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു കോവിൽ, നല്ല പോകുന്ന വഴിയെല്ലാം വളരെ രസമാണ് കാണാൻ. നമുക്ക് വയലും അങ്ങനെയൊക്കെ വളരെ മനോഹരമാണ്. വാഴകൃഷിയും കമുവും ഇവിടെയാണ് നമ്മൾ വണ്ടിയിൽ വരുന്നത്. ടിക്കറ്റ് ഉള്ളിലോട്ട് കയറുമ്പോഴേ നല്ലൊരു പിക്ചറാണ് കാണാൻ പറ്റുന്നത്. ഒരു പാലത്തിന് ഇരുവശവും ഇങ്ങനെ നദി ഒഴുകുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സൗകര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഒരു 2 അമ്പലമുണ്ട്. നമ്മളൊരു പീസ്ഫുൾ ഒരു സ്ഥലമാണ്. അപ്പം പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഉണക്കമീൻ വിൽക്കുന്നതാണ്. കൊട്ടവഞ്ചി കൊണ്ട് ആളെ നിൽക്കുന്ന കൊട്ടവഞ്ചി സൗകര്യമൊക്കെ ഉണ്ട്. 50 രൂപയാണ് ഒരാൾക്ക് കൊട്ടവഞ്ചി അപ്പം ഈ കൊട്ടവഞ്ചി ഇരിക്കുന്നതിന് നേരെ താഴെയാണ് നമുക്ക് നിന്ന് കുളിക്കാനും ഒക്കെ നമുക്ക് ആവശ്യം പോലെ നമുക്ക് ആ വെള്ളത്തിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നല്ല കുറച്ച് വെയിലുള്ള വളരെ ആഴമൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ബ്രിഡ്ജിൻ്റെ താഴെ കുറേ സ്ത്രീകൾ അവരുടെ ഉപജീവന മാർഗ്ഗമാണത്. ഒരു 50 രൂപയ്ക്ക് ചോറ്, മീൻകറി, മീൻ വറുത്തതാണ് അവിടുത്തെ ഫേമസ്. അത് ഫുള്ള് ഇപ്പം നമ്മൾ കുറച്ച് വിശന്നായിരുന്നു. അപ്പം നമ്മൾ ഒരു 50 രൂപയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഫോൺ തിരിച്ചു വാങ്ങിച്ചു. നല്ല ഫുഡായിരുന്നു. മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. പിന്നെ ഞങ്ങളൊരു മീൻ വറുത്തത് വാങ്ങിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റാണ്. നല്ല പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത മീനാണ്. നല്ലതാണ്. ഇതിന് പുറകുവശം നല്ല മലയും ഒക്കെയാണ്. അവിടെയൊക്കെ വീടുകളൊക്കെയാണ്. ചേച്ചി ഞങ്ങൾക്ക് ചോറ് നല്ല ചൂട് മീൻകറിയാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു മീൻ വറുത്ത വാങ്ങിച്ച് എക്സ്ട്രാ ഒരു കറി ഉണ്ട്. അവർ കൊണ്ടുതരും ഒരു ബൗളിനകത്ത്. പിന്നെ അതിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തെ ഒരു ഇതാണ്. അപ്പോൾ കച്ചവടം കഴിഞ്ഞിട്ട് ആ ഒരു ചേച്ചി ഇങ്ങനെ തലയിൽ
പാത്രമൊക്കെ വെച്ചിട്ട് നടന്നു പോകുന്നതാണ്. അതിൻ്റെ ഏതൊരു ഭാഗത്താണ് ആ ചേച്ചിയുടെ വീട്. ആ ഭാഗമൊക്കെ വളരെ മനോഹരമാണ്. പനയൊക്കെ നിൽക്കുന്നതാണ്. നല്ല വെയിലടിച്ചിട്ട് നല്ല ഭംഗിയിലാണ് അതെല്ലാം നിൽക്കുന്നത്. പാലത്തിൻ്റെ മുകൾവശമാണ്. പിന്നെ ഒരു വൈകുന്നേര ടൈമായി, സൂര്യനൊക്കെ അസ്തമിക്കാറായി. ആ ഒരു ടൈം വളരെ രസമാണ് കാണാൻ. എന്നാലും കുറച്ച് ആളുകളൊക്കെ അവിടെ മീൻ പിടിക്കുന്നതൊക്കെ ടൈമിലാണ് മീൻ അവർ കാലി കിട്ടുന്നത്. മീൻ പിടിക്കുന്നത് രാവിലെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്നത്. ആ മീനെ ഉപയോഗിച്ചാണ് പറക്കാനും മണ്ണുകൾ. വൈകുന്നേരം ഒരു ഫാമിലി വന്നിട്ട് അവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ 5:30 ആകുമ്പോഴേ അവിടെ ക്ലോസ് ചെയ്യും. അവർ മൈക്കിൽ അനൗൺസ് ചെയ്യും ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. എല്ലാവരും അവിടെ. അപ്പോൾ അവിടെ അമ്പലമുണ്ട്. ദീപാരാധന പോകുന്ന വഴിക്ക് കണ്ട ഒരു വണ്ടിയിൽ വിറകുമായിട്ട് പോകുന്നത് നല്ല മനോഹരമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൊടിവേരിയിലെ വിശേഷങ്ങൾ. നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ തിരുപ്പൂർ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഗോപി ചെട്ടിപ്പാളയം വരിക. അവിടുന്ന് ബസ്സിൽ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ടൗൺ ബസ് ഇരിക്കും, ഇല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് ബസ് ഇരിക്കും. അപ്പോൾ ആ ബസ്സിൽ കയറി ഇവിടെ നമ്മൾ കൊടിവേരി ടൗണിൽ വരും. അപ്പോൾ അവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ കൊടിവേരി വാട്ടർഫോൾസ്. നടന്ന് കുറച്ച് ദൂരമാണ്, ഇല്ലെങ്കിൽ അവിടുന്ന് വാനുണ്ട്, അതിന് വരാം. വളരെ മനോഹരമാണ്. ഇപ്പോൾ ടിക്കറ്റിന് വന്നിട്ട് 5 രൂപയുള്ളൂ. 2 പേരും 3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വളരെ പരിമിതമായിട്ടുള്ള ടിക്കറ്റാണ്. പിന്നെ അവിടെ നല്ല ലൈവായിട്ട് മീൻ വറുക്കുന്ന കഴിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ.